മാംസം കഴിക്കാത്തവരാണോ ഇവിടുത്തെ ഇന്ത്യക്കാർ? ഹിന്ദുക്കൾ ചരിത്രപരമായി ബീഫ് കഴിക്കാറില്ലായിരുന്നു. നോൺ വെജിറ്റേറിയനായ വേട്ട ചെയ്ത് ഭക്ഷിക്കുന്ന രാമനല്ലേ ഇവിടുത്തെ രാമൻ? സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാര കാലം മുതൽ പല ജീവികളുടെയും ഇറച്ചി വേവിച്ച് കഴിച്ചിരുന്ന തെളിവുകൾ നമുക്ക് മുൻപിലുണ്ട്. ഇന്ത്യയിൽ നടത്തിയ ആന്ത്രോപോളജിക്കൽ സർവേ പ്രകാരം ഇന്ത്യയിലുള്ള 88% മനുഷ്യരും ഇറച്ചി ഭക്ഷിക്കുന്നവരാണ്. നോൺ വെജിറ്റേറിയൻ മനുഷ്യരാണ്. ദേശീയ ലെവലിൽ നടന്ന സർവേയിൽ ഇവിടുത്തെ 2/3 വിഭാഗം മനുഷ്യരും മാംസം കഴിക്കുന്നവരാണ്. ആന്ധ്രാപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, കേരള, ഒഡീഷ, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളിൽ 90% അധികം മനുഷ്യർ മാംസം കഴിക്കുന്നവരാണ്. പിന്നെ ആരാണ് ഇവിടെ പശുക്കടത്തിൻ്റെയും മാംസത്തിൻ്റെയും ഒക്കെ പേരിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ വെടിവെച്ച് കൊല്ലുന്നത്? 72 വയസ്സുള്ള അഷ്റഫ് അലിയെ ട്രെയിനിൽ വളഞ്ഞിട്ട് തല്ലുന്നത് ആരാണ്? രാംനവമിക്ക് മാംസം കഴിച്ചതിന് JNUവിലെ വിദ്യാർത്ഥികളെ ആക്രമിച്ചവരാരാണ്? ഇന്ത്യയിൽ ഉൾപ്പെടെ ജീവിച്ച ആദിമ മനുഷ്യർ, ഇവിടുത്തെ RSSകാരുടെയും ABVPക്കാരുടെയും ഉൾപ്പെടെ മുൻതലമുറക്കാർ പശുവിനെ ഉൾപ്പെടെ സകല ജീവികളെയും വേട്ടയാടിയവരും പച്ചമാംസം ചുട്ടുതിന്നവരുമാണ്. സൈന്ധവ നദീതടങ്ങളിൽ നിന്നുൾപ്പെടെ നമുക്ക് മൃഗങ്ങളെ വേവിച്ചു തിന്നതിൻ്റെ എല്ലുകൾ ഉൾപ്പെട്ട തെളിവുകളും ലഭ്യമായിട്ടുണ്ട്. ഋഗ്വേദത്തിൽ മൃഗബലിയെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. വേദങ്ങളിൽ വിവരിക്കുന്ന മൃഗങ്ങളിൽ ബലി കൊടുക്കാൻ സാധിക്കുന്ന 50ഓളം മൃഗങ്ങളെക്കുറിച്ചുള്ള വ്യവസ്ഥകളുണ്ട്. മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവരുടെ വിശിഷ്ട ഭോജന വർണ്ണനകളിൽ മാംസാഹാരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് മഹാഭാരതത്തിൽ അങ്ങോളം തെളിവുകളുണ്ട്. രാമായണത്തിലെ സുന്ദരകാന്ഡത്തിൽ ഉൾപ്പെടെ രാമൻ മാംസം കഴിക്കുന്നതിൻ്റെ വിവരണങ്ങളുണ്ട്. ബ്രാഹ്മണങ്ങളിൽ വിരുന്നുകാർക്ക് വേണ്ടി പശുവിനെ കൊല്ലുന്ന പരാമർശമുണ്ട്. അതിന് പാണിനി നൽകിയ പേര് ഗോഘ്ന എന്നാണ്. ഇന്ത്യക്കാർ വളരെ ഹൈന്ദവവത്കരിച്ച് പറയുന്ന ആയുർവേദത്തിലുള്ള അജമാംസ രസായനം പച്ചിലകൾ കൊണ്ട് തയ്യാറാക്കുന്നതല്ല, അത് മാംസം കൊണ്ട് തയ്യാറാകുന്നതാണ്. ആയുർവേദത്തിലെ പല മരുന്നുകളിലും ഏകദേശം 117ഓളം മരുന്നുകളിൽ നോൺ വെജിറ്റേറിയൻ എലമെന്റുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതിന് സുശ്രുത സംഹിതയിൽ തന്നെ തെളിവുകളുണ്ട്. അത് മൃഗങ്ങളെ കൊന്നു മാത്രം എടുക്കാൻ സാധിക്കുന്നവ കൂടിയാണ്. രാമൻ നോൺ വെജിറ്റേറിയൻ ആണെന്ന യാഥാർത്ഥ്യത്തെയും അമ്പും വില്ലുമായി കാട്ടിൽ ജീവിക്കുന്ന രാമൻ വേട്ടയാടി ജീവിക്കുകയായിരുന്നു എന്നും ക്ഷത്രിയനായ രാമന്റെ ക്ഷത്രിയ ധർമ്മങ്ങളിലൊന്ന് വേട്ടയാടുക എന്നതാണെന്നും ചരിത്രകാരി മാളവിക ബിന്നി ഇന്ത്യക്കാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹിന്ദുത്വ രാഷ്ട്രീയം ഇത് മുതലെടുക്കുന്നുമുണ്ട്. ഹിന്ദുക്കൾ വെജിറ്റേറിയൻ ആണെന്നും മാംസം കഴിക്കുന്നവർ ഹിന്ദുക്കളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയാണെന്നുമുള്ള സിദ്ധാന്തങ്ങൾ രൂപപ്പെടുന്നത് ഇങ്ങനെയാണ്. ഹിന്ദുക്കൾ ഉൾപ്പെടുന്ന ഇന്ത്യക്കാർ മാംസാഹാരികളാണ്. വേദ, ഇതിഹാസ, പുരാണ, ഉപനിഷത്തുകളിൽ ഇതിനുള്ള തെളിവുകളുണ്ട്. ജാതിത്വം, സവർണതയൊക്കെ വെജിറ്റേറിയനുമായി കൂട്ടിക്കെട്ടുന്ന രീതിയും ഇവിടെ നിലവിലുണ്ട്. ചില പ്രത്യേക ജാതിയിൽ പെടുന്നവരൊക്കെ വെജിറ്റേറിയൻ ആണെന്നും അവർ കൂടുതൽ പ്യുവർ ആണെന്നുമൊക്കെയുള്ള സിദ്ധാന്തങ്ങൾ ഇതുവഴി രൂപപ്പെടുന്നതാണ്. ദളിതരെ ഉൾപ്പെടെ മാംസം കഴിക്കുന്നവരെ അശുദ്ധരായി കാണുന്നത് അങ്ങനെയാണ്. മാനിനെ ഉൾപ്പെടെ മൃഗങ്ങളെ വേട്ടയാടി കൊന്ന അത് സീതയ്ക്ക് കഴിക്കാൻ നൽകുന്ന രാമനെ ഇവർ പിന്നെ എങ്ങനെയാണ് പൂജിക്കുന്നത്? ഇറച്ചിയുടെ പേരിലാണ് ഇവിടെ വ്യാപകമായ പേരിൽ ആൾക്കൂട്ടക്കൊലയും അക്രമങ്ങളും നടക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഭക്ഷണമൊന്നും മറ്റാരും കഴിക്കരുത് എന്ന് വാദിക്കുന്നിടത്ത് അങ്ങനെ മറ്റൊരാൾ കഴിക്കുന്നു എന്ന സംശയത്തിന്റെ പുറത്ത് മറ്റൊരാളെ കൊല്ലാൻ പുറപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് തരം ഭക്തിയാണ് അതുവഴി ക്ലെയിം ചെയ്യുന്നത്? എന്ത് ദൈവികമായ പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നത്? ആദർശത്തിലൂന്നിയ അക്രമങ്ങളും കൊലകളും തീവ്രവാദവും ഭീകരാക്രമണങ്ങളുമാണ്. നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമില്ലാത്ത എല്ലാം മറ്റൊരാൾക്ക് കഴിക്കാൻ ഞാനിവിടെ വിവരിച്ച ഒരു തെളിവുകളും വേണ്ട. പക്ഷേ എനിക്കതൊക്കെ പറയേണ്ടി വരുന്നതും ഇന്നത്തെ ഇന്ത്യയിലെ ഗതികേടാണ്.